ഹലോ, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു കാബജിയുടെ റെസിപ്പി കണ്ടാലോ. പലർക്കും ഉണ്ടാക്കാൻ അറിയാമെങ്കിലും ചിലവരൊക്കെ ഇതിനകത്ത് സോഡാപ്പൊടി കൂട്ടിച്ചേർത്ത് ഇതിനെ കുറച്ച് നശിപ്പിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് സോഡാപ്പൊടി ഒന്നും ഇടാതെ നല്ല അടിപൊളിയായിട്ടൊരു കാബജിയുടെ റെസിപ്പിയാണ്. കടലമാവ് ഞാൻ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 കപ്പ് മൈദയും പിന്നെ കാശ്മീരി ചില്ലിയും കായപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും ഉപ്പും കൂടിയിട്ട് നല്ല രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. കുറച്ച് കട്ടി വരുന്നത് നല്ലതാണ്. മുളക് ബജിക്കൊക്കെ എടുക്കുന്ന കണക്ക് കുറച്ച് കട്ടി വേണം, അല്ലെങ്കിൽ കാബജി റെഡി ആവത്തില്ല. നമുക്കൊന്ന് മൂടി ഒരു 1-1.5 മണിക്കൂറത്തേക്ക് അങ്ങ് മാറ്റി വെച്ചിരിക്കാം. സോഡാപ്പൊടി ചേർക്കുകയേ ചെയ്യരുത്. നമ്മൾ കുറച്ച് നേരം മാറ്റിയാൽ മതി. പിന്നെ അതാണ്ട് നമ്മൾ കായ ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കണം. ഒരുപാട് കട്ടിയാവരുത്, എന്നാൽ ഒരുപാട് തിന്നുമാവരുത്. ഒരുപാട് കറ കാണും കായിൽ. നമ്മൾ കുറച്ച് നേരം അത് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടേ എടുക്കാവൂ. എന്നിട്ട് എണ്ണ നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ പറക്കി ഇടുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് മുരിഞ്ഞ് കയറിയത് കണ്ട. ഈ സോഡാപ്പൊടി ഇടാതിരുന്നാൽ മതി. സോഡാപ്പൊടി ഇടുമ്പോഴാണ് ഈ കാബജി കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതല്ലേ. സോഡാപ്പൊടി ഒന്നും ഇടാതെ നല്ല രീതിയിൽ ഇങ്ങനെ കാബജി വറുത്തെടുത്ത് ഒരു ഗ്ലാസ് കട്ടൻ ചായ ആയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണേ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.